ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാവേ. അതിൻ്റെ ഇവിടെ ഞണ്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കോക്കനട്ട് ഓയിൽ. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഷ് ഫ്രൈക്ക് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. അതിൽ നിന്ന് 1 ടീസ്പൂൺ ചേർക്കാം. അതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ അത് പെട്ടെന്ന് വഴണ്ടി വരും. നമുക്കതിലേക്ക് 1 പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 കഷ്ണം ക്യാപ്സിക്കം അതുണ്ടെങ്കിൽ മതി കേട്ടോ, ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടാം. ഇട്ടാൽ ടേസ്റ്റാണ്. നല്ലോണം വഴറ്റിയെടുക്കുക. വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് കൂടി അത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. സൈഡിലേക്ക് അതിൻ്റെ അരപ്പ് മാറ്റി വെച്ചിട്ടും സവാള നീക്കി വെച്ചിട്ട് നടുക്കോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് അതിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് സവാള എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് ഒന്ന് ആ മസാലയെ ചേർത്ത് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മളൊന്ന് മസാലയുമായിട്ട് ഞണ്ടിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് ഒരു 5 മിനിറ്റ് അതിനെ മൂടി വെക്കുക. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഇറങ്ങട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം തുറന്ന് നോക്കി ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ഞണ്ടിൽ നിന്ന് കുറച്ച് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ചട്ടിയിലായതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ വറ്റി മസാല അരപ്പൊക്കെ നല്ലോണം ഞണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കൽ കഴിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ ഫാനാവും നമ്മൾ. പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടെങ്കിൽ അതുമാത്രം മതി, വേറെ ഒന്നും നമുക്ക് വേണ്ട കറിയായിട്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.